ഹാദി മുഹമ്മദ് റഹ്മത്ത് തന്ന പരിപാടിയാണ് ഹാദി മുഹമ്മദ്. നമ്മളെ പരിപാടിയുടെ 127ാമത്തെ ദിവസമാണ്. 20 ടൈം. അതിൽ മുജീബൊക്കെ എന്താ റാഹത്തിൽ ഇന്നലെ വന്നിരുന്നില്ല, വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, കൊടുങ്ങല്ലൂർ പോയി. ഗൂഗിൾ പേ ശരിയായി. ഗൂഗിൾ പേ ഇന്ന് മെനക്കെട്ട് ഇന്ന് ബാങ്കിൽ പോയി. സുബ്ഹാനല്ലാഹ്, ബാങ്കുകാർ കുറെ ഇടങ്ങേറായി. നല്ലത് ചെയ്തുകൊണ്ട് എത്ര ആളെ കിട്ടിയത്. ഇത് കൂടും. ഇത് ഒരു നിയമത്ത് തന്നിക്കെന്ന് പറയുന്നത്. അപ്പൊ ഇതായത്തും ഉസ്താദിന്റെ ചികിത്സയും കറാമത്തൊന്നും ഇല്ലല്ലേ 2020? നാളെ മറ്റന്നുണ്ടാവും. ഉമ്മാര് സുഖമായി ആ ചെയ്യാ നിങ്ങളെ കരങ്ങളുണ്ടെങ്കിൽ പിന്നെ തങ്ങളെ കുടുംബം എന്തിനെ പേടി. എന്നെ കാണാത്ത ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കാണ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ വിൽക്കണമെന്നോ വിളിക്കണമെന്നല്ലേ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അവൾ ഞാൻ പറയാം, ആ മക്കൾക്കുള്ള സ്വർണം എന്റെ വകയാണ്. അതുങ്ങള് ഒന്നാമത് വരാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? യെസ്, ഇപ്പം പറഞ്ഞതാണ് സത്യം. ഇത്രയും ആള് എവിടെ ഒരു ചികിത്സക്ക് ഒരു തങ്ങളടുത്ത് ഏറി വന്ന് 25 ആള് 30 ആള്. ഇവിടെ 1000 ഒരു ദിവസം 1500 ആളെ വരുന്നത്. എത്ര? 1500 ആള്. ഈ കിട്ടുന്ന പൈസകളെ കൊണ്ടിപ്പോ നമ്മൾ 75 പെൺകുട്ടികളെ കെട്ടിച്ചു. 75 ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതല്ലാതെ വേറെ ഒന്നും നാളെ ആഹൃത്തൊക്കെ ഉണ്ടാവില്ല. ഈ മുടി പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള രോഗം. ഒരാള് വന്നു തങ്ങൾ കുറെ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പൂരവേദന സഹിക്കാൻ വയ്യാട്ടോ. വെള്ളം കുടിക്കും പക്ഷെ പടം പൊട്ടും. മറ്റ് കഥാപാത്രങ്ങളെന്നാണ്. അതുകൊണ്ട് നിങ്ങളെ മഹലിലോ തങ്ങൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും, കല്ല് കുടിക്കുന്ന ആളാണെങ്കിലും, അയാൾ എത്ര മോശപ്പെട്ട ആളാണ്. ഇവനിലൂടെയാണോ സ്വർഗത്തിൽ? സലാത്തിന് വന്നു ഒരു നെയ്യത്ത് വെച്ച് പഠിച്ചോനെ എന്റെ പെരീക്കെത്തുമ്പോ ഇതിന്റെ കുട്ടിനെ കല്യാണം ഒരു തീരുമാനാക്കി പറഞ്ഞ പോലെ തന്നെ പെരീക്കെത്തിയപ്പോ ഫോണിലെ വിവാദങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ ലൈവിലാണെങ്കിലും അതേപോലെ തന്നെ തങ്ങളുടെ വീഡിയോ കാണാനുള്ള കാണികൾ കൂടുതലാണ് ഇപ്പൊ. ലൈവിലാണെങ്കിൽ നമ്മൾ എപ്പോഴും അവരൊന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല. നിയമപരമായിട്ടും നേരിടാനൊന്നും ആർക്കും എന്തില്ല, ഒരു ഇതുമില്ല. ഇപ്പൊ കുറെ പെണ്ണുങ്ങന്മാർ എല്ലാ രീതിയിലും നോക്കി എന്നിട്ടൊന്നും എന്തില്ല, ആർക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് കുറച്ച് മറ്റുള്ള പിരിവൊക്കെ നിർത്തി എല്ലാ വർഷവും തരുന്നത് പോലെ അൽഹംദുലില്ലാഹ് ഈ വർഷം നമ്മൾ കുട്ടികളെ കല്യാണത്തിന് ഗ്രൂപ്പിലെല്ലാവരും അവരെ ഗ്രൂപ്പിലുള്ളവരെ സഹായിക്കണം. ഒറ്റ വട്ടം കൊണ്ട് ഇപ്പൊ അസുഖം മാറിയില്ലേ? അതൊക്കെ ഒന്ന് നിയമത്താണ്, നമ്മളെന്താ ചെയ്യാ. അപ്പൊ ഇന്നിപ്പോ എന്റെ ഓർമ്മ ശരിയാ 2-3 സ്വർണം കിട്ടി. ഒരു സ്വർണം അത് അടുത്ത സ്വർണം തരാൻ നിൽക്കണം. അടുത്ത ഔലിയ പാപ്പാന്റെ പേരും നൂറ ഹബീബിന്റെ മകന്റെ പേരും പാന്റെ പേരും നൂറ ഹബീബിന്റെ മക്കൾ ഒരുപാട് ഓർക്കും കിട്ടട്ടെ. ഓർക്കൊണ്ട് അങ്ങനെയാണ്. ഇപ്പൊ ഇത് വാപ്പാന്റെ ഉമ്മാന്റെ പേരിലാണ്, നൂറ മുത്തന്റെ പേരിലാണ്. പിന്നെ ഇവിടെ വരാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇഫുള്ള കോളേജാണ്. നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണേ, ഉയർച്ചയിലൊക്കെ അള്ളാഹു എത്തിച്ചേർത്തേ. കാരണം ചെറിയ ഇഫുള്ള കോളേജ് പെൺകുട്ടികളെ അന്നിപ്പോ തുടക്കം. അത് നൂറ ഹബീബിന്റെ മുത്തുമണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ ഇൻഷാ അല്ലാഹ് സ്കൂളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യും, പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ യൂട്യൂബിലും ഇതിലൊന്നും അതും ഇതും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല. നിങ്ങൾ എവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം, എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറെ കമന്റ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഞാൻ അത്ര ഇതാക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് എന്റെ വിജയം. ഇത് എത്ര സ്ഥലമുണ്ട്? ഇത് 2 ഏക്കറിന്റെ അടുത്തുണ്ട്. 2 ഏക്കറിന്റെ അടുത്തല്ലേ? ഇപ്പൊ അവിടെ കാണുന്ന ആ ബിൽഡിംഗ് എന്താണ്? പാപ്പാന്റെ പേരും നൂറ
എന്റെ ഉമ്മ ഖബറിലാണോ എനിക്ക് തിന്നാൻ തന്നീനോ അതിനെനിക്ക് തിന്നാൻ നീനോ കണ്ണു മുമ്പ് കണ്ണെത്തി വെച്ച് തോന്നിയത് പലരും സംഗതി നാട്ടിൽ പോയ ഒരു ആത്മീയ ചൂഷകനായിരിക്കും പക്ഷെ